ഇപ്പം കോൺഗ്രസും UDF-ഉം 100-ൽ പരം സീറ്റുകളുമായി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് ക്ലെയിമുകളായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിധിയാൽ RC വരുന്നു, KC വരുന്നു. പിന്നെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ KCയുടെ സംഘടനാ മികവിൻ്റെ വിജയമെന്ന് അവകാശപ്പെടുന്നു. RCയുടെ മികവെന്ന് മറ്റ് പക്ഷം. ഈ ക്ലെയിമുകളെല്ലാം ഇത്രയും വലിയ വിജയം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. നേരെ മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വിജയത്തിന് പകരം വീണ്ടും ഒരു പരാജയമായിരുന്നു VD സതീശൻ്റെ നേതൃത്വത്തിൽ സംഭവിച്ചതെങ്കിൽ ഈ പറഞ്ഞ ക്ലെയിമുകളുമായിട്ട് ആരെങ്കിലും ഇവരുടെ കുഴപ്പം കൊണ്ടാണ് തോറ്റതെന്നോ അല്ലെ എൻ്റെ കുഴപ്പം കൊണ്ടാണ് തോറ്റതെന്ന് ഇവരിൽ ആരെങ്കിലും പറയുകയില്ല. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയും VD സതീശൻ്റെ കർക്കശമായ നിലപാടുകൾ കൊണ്ടാണ് ഇപ്രാവശ്യവും തോറ്റുപോയത്. അദ്ദേഹം സമുദായ സംഘടനയുടെ നേതാക്കളോട് വളരെ ശക്തമായ നിലപാടുകൾ അവർക്കെതിരെ എടുത്തത് കൊണ്ട് ആ സമുദായം മുഴുവനോടെ UDF-ൽ നിന്നകന്നു. അതുപോലെ മറ്റു പല സാമൂഹിക വിഷയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹം എടുത്ത കർശനമായ നിലപാടുകൾ കൊണ്ട് കേരള ജനത UDF-നോട് അകന്നു. അങ്ങനെ വീണ്ടും തോറ്റു എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുമായിരുന്നല്ലോ ഇവരെല്ലാം തന്നെ. 5 വർഷം മുമ്പും ഇതുപോലെ ഇലക്ഷൻ ഇവിടെ ഫേസ് ചെയ്തപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും വന്നായിരുന്നു, മറ്റു പലരും വന്നായിരുന്നു, ഇവിടെ പലരും ഉണ്ടായിരുന്നു. അന്നേരം തോറ്റുപോയി. ആരും പ്രത്യേകിച്ച് ഞാൻ കാരണം തോറ്റെന്ന് പറഞ്ഞു കേട്ടില്ല. അങ്ങനെ ജയിച്ചാലും തോറ്റാലും കൃത്യമായി അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എനിക്കാണെന്ന് പറഞ്ഞ ഒരു നേതാവാണ് VD സതീശൻ. ഇതിനു മുമ്പ് ഒരു നേതാക്കന്മാർ ഒരു പാർട്ടിയിലെ അങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോലുള്ള സാധാരണ ജനം കേട്ടിട്ടില്ല. പാർട്ടി ജയിച്ചാൽ ടീം UDF-ൻ്റെ ജയം, പാർട്ടി തോറ്റാൽ അതെൻ്റെ പരാജയം, ഞാൻ പിന്നെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ നിലപാടുള്ള നട്ടലുള്ള ഒരു നേതാവിനെ ഇതിനു മുമ്പ് കേരള സമൂഹം കണ്ടിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ഈ കേരള സമൂഹത്തിന് ഇദ്ദേഹത്തിന് ഇത്രമേൽ വലിയ സപ്പോർട്ട് കിട്ടുന്നത്. ഇപ്പം പലരും പറയുന്ന അദ്ദേഹത്തിന് ഭരണ പരിചയമില്ല, അതല്ലെങ്കിൽ സീനിയോറിറ്റി ഇല്ല എന്നൊക്കെയുള്ള പല വാദങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ 5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവാക്കുമ്പോഴും അദ്ദേഹം ഇത്രയും പോലും അദ്ദേഹത്തിന് ഭരണപരിചയം ഇല്ലല്ലോ, സീനിയോറിറ്റി ഇല്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നേരം അദ്ദേഹത്തെ ആക്കാതിരിക്കായിരുന്നല്ലോ. ഇദ്ദേഹത്തിന് ഭരണപരിചയം ഇത്രയും കാലമായിട്ട് ഇല്ലാതായതിൻ്റെ കാരണം ഇതുപോലെ തന്നെ കഴിവുണ്ടായിട്ടും പല സമയത്തും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഈ 62-ാം വയസ്സിലും ഭരണപരിചയം ഇല്ലെന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ ഒരു വ്യക്തി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ രണ്ട് ടീമിലും കേരള നിയമസഭയുടെ ചരിത്രം എടുത്താൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആ കാലഘട്ടത്തിൽ ഏകദേശം ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സാമാജികനായി മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഇതിനു മുമ്പ് മന്ത്രിസ്ഥാനങ്ങളൊന്നും കിട്ടാതെ ഇതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടതുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോഴും ഇങ്ങനെയുള്ള ക്ലെയിമൊന്നും ആർക്കും ഇല്ലായിരുന്നു, ഭരണപരിചയമില്ല, സീനിയോറിറ്റി ഇല്ല എന്നൊന്നും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദയിപ്പിച്ചെങ്കിൽ അദ്ദേഹം അതിനേക്കാൾ വിശ്വസ്തയോടുകൂടി തൻ്റെ കർമ്മം നിർവഹിച്ച് അത് വിജയത്തിലേക്ക് എത്തിച്ചെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാനും ഉള്ള മനസ്സ് കോൺഗ്രസിന് ഹൈക്കമാൻഡും കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഇലക്ഷൻ നടന്നായിരുന്നു. അവിടെ എത്ര സംസ്ഥാനങ്ങളിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു, ഭരണത്തിലേക്ക് വന്നില്ലെങ്കിൽ അവിടെ എല്ലാം പരാജയം ഉണ്ടാക്കി. ആ പരാജയത്തിന് ഈ പറയുന്ന കേന്ദ്രത്തിലിരിക്കുന്ന നേതാക്കന്മാരും അവരെല്ലാം ഞങ്ങളാണ് ആ പരാജയത്തിന് ഉത്തരവാദി എന്ന് എവിടെയെങ്കിലും ക്ലെയിം ഉന്നയിച്ചതായി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആകപ്പാടെ ഒരിടത്താണ് വിജയിച്ച കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ക്ലെയിം എടുക്കുന്നുണ്ട് ഡൽഹിയിലിരിക്കുന്നവരും നാട്ടിലിരിക്കുന്നവരും എല്ലാം. അതിൻ്റെ ക്ലെയിം ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാവിന് കൊടുക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി കൊണ്ടാണ്, ഇവർ വന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥ വിജയശില്പിയെ അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത്. പിന്നെ മാഡം സോണിയാജി, മിസ്റ്റർ രാഹുൽജി, യു ഷുഡ് ലിസൺ ദ വോയിസ് ഓഫ് പീപ്പിൾ ഇൻ കേരള. യു ഷുഡ് ലിസൺ the common interest and the opinion of people in Kerala. If the people are not with you, you won't get MLA, you won't get MP. So please listen the voice of people in Kerala.